നമ്മുടെ റോഡിൽ ഉണ്ടാവുന്ന 99% അപകടങ്ങൾക്കും കാരണം എന്താണെന്നറിയോ? ട്രാഫിക് റൂളിന്റെ അൺഅവയർനെസ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതേ ഈ റോഡിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ലൈൻസ് കണ്ടോ? വൈറ്റ് ലൈൻസ്, നടുക്കൂടുള്ള വൈറ്റ് ലൈൻസ്. ഇത് ചിലടത്ത് ഇടവിട്ടുള്ള, ഇതിപ്പോ ഇടവിട്ടുള്ള രീതിയിൽ ഇടവിട്ട് കാണും. ചിലടത്ത് വന്നപ്പോ ഇത് ഇടവിട്ടിടാതെ നേരെ രീതിയിലും കാണും. ഒരുപക്ഷെ നിങ്ങൾ കുറെ പേർക്ക് അറിയാവുന്നവർ കാണും, കുറച്ചു പേര് അറിയാത്തവരും കാണും. അവർക്ക് വേണ്ടി പറയുന്നേ, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. ഇതെന്താണെന്നറിയാവോ? ഈ ഇപ്പൊ ഇത് ഇടയില്ലാതെ സ്ട്രെയിറ്റ് ആണ്. ഈ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യരുത്, ആ ലൈൻ അവിടെ വെച്ചിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യരുത് എന്നാണ് ഈ കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഇടവിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാം, ആ ലൈൻ ക്രോസ് ചെയ്യാം, നമുക്ക് ഈ ലൈനിൽ നിന്ന് മാറി അപ്പുറത്തെ ലൈനിലോട്ട് പോകാം. വൈറ്റ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരിക്കലും അത് പോകരുത് എന്നാണ് ട്രാഫിക് റൂൾസ് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ യെല്ലോ ഡബിൾ ലൈൻ കയറി വരും. അതെന്താണെന്നറിയാവോ? സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്നുണ്ട്. ആ ലൈൻ ഒരിക്കലും നമ്മുടെ വെഹിക്കിൾ ആ ലൈൻ അപ്പുറത്ത് പോകാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതേ ലൈനിൽ മിനിമം സ്പീഡ് പാലിച്ച് മാത്രമേ പോകാവൂ എന്നാണ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഈ റൂൾസ് ഒക്കെ കുറച്ചൊക്കെ അറിയാമെങ്കിൽ എന്നാൽ കുറെ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതേ യെല്ലോ ലൈൻസ് തന്നെ ചിലപ്പം ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യൂ.